ഹായ് ഹലോ ഏണസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഏവരും കാത്തിരുന്ന കേരള പോലീസ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കുള്ള ഫിംഗർ പ്രിന്റ് സെർച്ചർ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനി തയ്യാറെടുപ്പിൻ്റെ കാലമാണ്. നമുക്ക് മുൻപുള്ള പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ 2020 നോട്ടിഫിക്കേഷൻ വന്ന് 2021 എക്സാം നടത്തിയ ഈ പോസ്റ്റിലേക്ക് നമുക്ക് കൃത്യമായിട്ടൊരു സിലബസ് ലഭ്യമായിരുന്നില്ല. മറിച്ച് ഫിസിക്സ് 40 മാർക്ക്, കെമിസ്ട്രി 40 മാർക്ക്, അതുപോലെ തന്നെ സൈബർ ലോ ആൻഡ് IT 10 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ 10 മാർക്ക്, ഇങ്ങനെ ഒരു ഓവർവ്യൂ മാത്രമായിരുന്നു നമുക്ക് നിലവിലുള്ളത്. അത് ആയതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പ് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ ലെവൽ മനസ്സിലാക്കി മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള ഒരു ടെൻറ്റേറ്റീവ് സിലബസോട് കൂടി നിങ്ങൾക്കായി ഇതാ ഏണസ് അക്കാഡമി ഒരുക്കുന്നു ഫിംഗർ പ്രിന്റ് സെർച്ചർ പ്രീമിയം ബാച്ച്. നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കാം. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ ഒരു ഗ്രാജുവേറ്റ് ലെവലാണ് എക്സാം എന്ന് നമുക്ക് മനസ്സിലാകും. ആ ലെവൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ടെൻറ്റേറ്റീവ് സിലബസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ലെവലിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കണ്ടൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് മൊഡ്യൂൾ വൈസ് ആയിരിക്കും നമ്മൾ കണ്ടൻസ് പ്രൊവൈഡ് ചെയ്യുക. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് സ്റ്റഡി പ്ലാനോട് കൂടി ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇനി എങ്ങനെയാണ് കണ്ടൻസ് നിങ്ങൾക്ക് ആപ്പ് ത്രൂ ആയാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊന്ന് ഡീറ്റെയിൽ ചെയ്യാം. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന ഒരു മൊഡ്യൂളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ക്ലാസ്സസ് നമ്മൾ ലൈവായിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് ക്ലാസ്സസിൻ്റെ റെക്കോർഡർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പ് ത്രൂ അവൈലബിൾ ആയിരിക്കും. ഇനി ആ ക്ലാസ്സിൻ്റെ റെക്കോർഡർ ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലും അതോടൊപ്പം തന്നെ ലെക്ചർ ടെസ്റ്റ്, അതായത് ആ ലെക്ചറിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടിരുന്ന പോർഷൻസ് ഉൾപ്പെടുത്തി ഇതിന് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ചേർത്തിട്ട് നമ്മൾ ലെക്ചർ ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഇത്രയും കൂടുതലായിരിക്കും നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളിലും കണ്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ വരുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നും കൂടെ ജസ്റ്റ് പറയാം. അതായത് മൊഡ്യൂൾ വൈസ് ടെസ്റ്റുകൾ വരുന്നത് ടോപ്പിക് ടെസ്റ്റും മൊഡ്യൂൾ ടെസ്റ്റും. അതായത് ടോപ്പിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് പോർഷൻസ് കവർ ആവുന്നതിനനുസരിച്ച് ആ പോർഷൻസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ടോപ്പിക് ടെസ്റ്റും, മൊഡ്യൂൾ കവർ ആവുന്നതിനനുസരിച്ച് മൊഡ്യൂൾ ടെസ്റ്റും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വീക്ക്ലി ടെസ്റ്റ്, അതായത് ക്ലാസ് വീക്ക്ലി ഷെഡ്യൂൾ അനുസരിച്ചുള്ള ക്ലാസ്സുകളിൽ ആ ക്ലാസ്സുകളിൽ വന്നിട്ടുള്ള ലെക്ചറിനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത് വീക്ക്ലി ടെസ്റ്റ്, അതുപോലെ തന്നെ മന്ത്ലി ടെസ്റ്റും സർപ്രൈസ് ടെസ്റ്റും. ഇനി പറയാനുള്ളത് മോഡൽ ടെസ്റ്റ്. മോഡൽ ടെസ്റ്റ് മിനിമം നിങ്ങൾക്ക് 10 മോഡൽ ടെസ്റ്റെങ്കിലും നമ്മൾ കൃത്യമായി നടത്തിയിരിക്കും. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ തന്നെ മോഡൽ ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതാണ് മോഡൽ ടെസ്റ്റ് പറയാനുള്ളത്. പിന്നീട് നമ്മൾ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മളുടെ ഏണസ് അക്കാഡമിയുടെ അടൂർ ക്യാമ്പസിൽ നമ്മളൊരു ഓഫ്ലൈൻ മോഡൽ ടെസ്റ്റ് നിങ്ങൾക്കായിട്ട് എക്സാമോട് അടുപ്പിച്ച് നടത്തുന്നതായിരിക്കും. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അവൈലബിൾ ആവണം, നിങ്ങൾക്ക് വരാൻ എത്തുന്ന ദൂരമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാനുള്ള അവസരം നമ്മൾ ഒരുക്കുന്നതായിരിക്കും. ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കോഴ്സിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലൂടെ കിടക്കാം. സ്റ്റഡി പ്ലാൻ, അതായത് കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോടുകൂടി നമ്മളൊരു ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ ഈസി ആവാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയായിരിക്കും ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം കമ്മ്യൂണിറ്റി. ഹെൽത്തി ആയിട്ടുള്ള എന്ത് കോൺവെർസേഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകളായിക്കോട്ടെ, നിങ്ങൾക്ക് പേഴ്സണൽ മോട്ടിവേഷൻ സപ്പോർട്ട് ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് നിങ്ങളുടെ കൺസേൺസ് ആയിക്കോട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ ഡൗട്ട് വരികയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് എല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്യും. ഇനി പറയാനുള്ളത്, അതോടൊപ്പം തന്നെ പറയാനുള്ളത് എന്താണ്, നമ്മുടെ 24/7 അഷ്യൂർ ആയിട്ടുള്ള മെൻറ്റർഷിപ്പ് സപ്പോർട്ട്. റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക എന്നുള്ള ലെവലിൽ തന്നെ നിങ്ങളെ എത്തിക്കാൻ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് നമ്മൾ അഷ്യൂർ ചെയ്യുകയാണ്. ഇനിയുള്ളത് നിങ്ങളുടെ കൺസേൺസ്, ഫീഡ്ബാക്ക്, നിങ്ങളുടെ സ്റ്റഡി ലെവൽ, ഇതൊക്കെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നേരിട്ട് നമ്മൾ റെഗുലർ റിവ്യൂ മീറ്റിംഗ്സും അറേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് നമ്മളുമായിട്ട് കൺവേ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ലൈവായിട്ട് അറേഞ്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു വരുന്നത് നിങ്ങൾക്ക് ഡൗട്ടുകൾ നോട്ട് ചെയ്ത് ഈ ലൈവ് ഡിസ്കഷന് നിങ്ങൾക്ക് ഫാക്കൽറ്റിയുമായിട്ട് കൺവേ ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ മിനിമം നമ്മൾ 2 ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ മൊഡ്യൂൾ വൈസ് പോവുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാനുള്ള ഒരവസരം കിട്ടുന്നതാണ്. ഇനി നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു റിവിഷനോടാണ്. നിങ്ങൾ
പോർഷൻ റിവൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് ലൈവായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ പോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനൊരു സെഷൻസും നമ്മൾ ലൈവായിട്ട് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇനിയുള്ളത് എക്സാം ഗൈഡൻസ്, അതായത് ഒരു മോട്ടിവേഷൻ സെഷൻസും അതുപോലെ എക്സാം ഗൈഡൻസ്, എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ആ സമയത്തുണ്ടാകുന്ന ടെൻഷൻസും നമ്മുടെ വറീസൊക്കെ നിങ്ങൾക്കൊന്ന് ആ സമയത്തൊന്ന് ലാഗ് വരികയാണ് പഠിത്തത്തിലുണ്ടാകുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡിമോട്ടിവേറ്റ് ആയി പോകാതിരിക്കാൻ റെഗുലർ ആയിട്ടുള്ള നമ്മുടെ മോട്ടിവേഷൻ സെഷൻസും എക്സാം ഗൈഡൻസ് സെഷൻസും നമ്മൾ അറേഞ്ച് ചെയ്യും. കൂടാതെ തന്നെ ഷോർട്ട് ലിസ്റ്റഡ് ആവുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ഗൈഡൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ചില ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ടെസ്റ്റ് വിത്ത് റാങ്ക് ലിസ്റ്റ് ഫീച്ചർ. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ടെസ്റ്റ് വിത്ത് റാങ്ക് ലിസ്റ്റ് ഫീച്ചറാണ്. അതായത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ടെസ്റ്റുകളുടെ എല്ലാ റാങ്ക് ലിസ്റ്റ്, അതായത് നിങ്ങൾ ഏത് പൊസിഷനിലാണെന്ന് നിങ്ങൾക്ക് ആപ്പ് ത്രൂ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിനൊരു വഴിയാണ്. അതായത് കോമ്പറ്റീഷൻ ലെവൽ മനസ്സിലാക്കാനും നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, നിങ്ങളുടെ പഠനം എത്രത്തോളം എത്തി എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ടെസ്റ്റ് ആൻഡ് റാങ്ക് ലിസ്റ്റ് ഫീച്ചർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നീട് പറയാനുള്ളത് ഓഫ്ലൈൻ വീഡിയോ ഡൗൺലോഡ്, ലാപ്ടോപ്പ് സപ്പോർട്ട്, അതുപോലെ തന്നെ PDF ഡൗൺലോഡ്. നിങ്ങൾക്ക് നോട്ട്സ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇത്രയാണ് നമ്മുടെ ആപ്പ് ഫീച്ചേഴ്സ് വരുന്നത്. സോ നമുക്കറിയാം ഈ കഴിഞ്ഞ എക്സാമുകളിലെല്ലാം നിരവധി റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാൻ ഏണസ്റ്റ് അക്കാഡമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ധൈര്യത്തോടു കൂടിയാണ് നമ്മൾ നിങ്ങൾക്കായി വീണ്ടും ഒരുക്കുകയാണ് ഫിംഗർ പ്രിന്റ് സെർച്ചർ പ്രീമിയം ബാച്ച്. സോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനും താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.